10ാം ക്ലാസ് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് +1 +2 ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പുതിയ സ്കൂളിലേക്കൊക്കെ അഡ്മിഷൻ ലഭിച്ചു, സ്കൂളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? അപ്പോൾ അലോട്ട്മെൻറ്റ്സ് ഒക്കെ നടക്കുന്ന സമയമാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഇനി നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിയൊരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ പോകാൻ പോവുകയാണ്. സോ അതിനൊരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും പുതിയ സ്കൂളാകും, ചിലപ്പോൾ പഠിച്ച സ്കൂൾ തന്നെ ആയിരിക്കാം, പക്ഷേ എന്നാലും വേറൊരു വിങ്ങിലേക്ക് നിങ്ങൾ മാറുകയാണ്. ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് നിങ്ങൾ മാറുകയാണ്. പുതിയ ടീച്ചേഴ്സാണ്. അപ്പോൾ എല്ലാവരുമായിട്ടും പുതിയ ആൾക്കൂട്ടുകാരുണ്ടാവും. ഒക്കെ ഒന്ന് ഇണങ്ങി വരാൻ തന്നെ ഒരു മാസത്തിലധികം സമയം ചിലപ്പോൾ നമുക്ക് എടുക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ഇണക്കങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സീനിയേഴ്സിനോട്, എസ്പെഷ്യലി ഇപ്പോൾ 12th പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടോ അല്ലെങ്കിൽ 12th പാസ്, ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അതാണ്, 12th പാസ്സായ സീനിയേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ഒരു കാര്യം ഒന്ന് ചോദിക്കാം. ആക്ച്വലി +1 ആണോ +2 ആണോ നന്നായി പഠിക്കേണ്ടത് എന്നൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ഒരു 90% കുട്ടികളും പറയാൻ സാധ്യതയുള്ള ഉത്തരം +1 എന്ന് തന്നെയായിരിക്കും. അതിൻ്റെ കാരണം, നമ്മൾ ഈ പറയുന്ന 10ാം ക്ലാസ്സിൻ്റെ ഒരു റിസൾട്ടിൻ്റെ വന്നതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, സക്സസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ +1 ഭയങ്കരമായിട്ടൊന്ന് ഉഴപ്പാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ പഠിച്ച് വന്നൊരു പാറ്റേണൊന്നും അല്ല നമുക്കിനി +1 ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ അഡാപ്റ്റഡായി വരുമ്പോഴൊക്കെയും എക്സാം ആകുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും +1 നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കില്ല. പോട്ടെ, +2 ശരിയാക്കാമെന്ന് വിചാരിച്ചാലോ, അവിടെയാണ് ഒരു അപകടം നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ +1 മാർക്ക് +2 കൂടി എടുക്കും എന്നുള്ളതാണ് ആ വലിയ സത്യം. അപ്പോൾ ഈ ഒരു സത്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം +2 നമ്മൾ എത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടും ഒരു കാര്യവുമില്ല. കാരണം +1 മാർക്ക് കുറവാണെങ്കിൽ അത് +2 ബാധിക്കും. അവിടെ A+ മാർക്ക് വാങ്ങിയാൽ പോലും ഇവിടെ നിങ്ങൾക്ക് B+ ആണെങ്കിൽ ഓവറോൾ ഗ്രേഡ് വരുമ്പോൾ ചിലപ്പോൾ അത് Aയോ B+ ഒക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട വർഷം ആക്ച്വലി +1 ആണ്. +2 അതിൻ്റെ ബാക്കിയായിട്ട് മുന്നോട്ട് അങ്ങ് പൊയ്ക്കോളൂ, ആ ഫ്ലോയിൽ അങ്ങ് പൊയ്ക്കോളൂ. പക്ഷേ +1 നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കേണ്ട ഒരു വർഷമാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. ആ ഒരു ഹെൽപ്പ് ചെയ്യാൻ സൈലം എന്നും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം, സൈലത്തിൻ്റെ ഏറ്റവും വലിയൊരു ബാച്ചായിട്ടുള്ള അഗ്നി ബാച്ചിലേക്ക്, ഹയർ സെക്കൻഡറി തന്നെ വൺ ഓഫ് ദി പ്രീമിയം ബാച്ചാണ് അഗ്നി ബാച്ച്. ഈ ബാച്ചിലേക്ക് എത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഓരോ കുട്ടികൾക്കും ഏറ്റവും ടോപ്പ് ലെവൽ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് ആണ്. ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതും ലൈവായിട്ട് തന്നെ ലഭിക്കും. ആ ലൈവ് ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാനും സാധിക്കും. പിന്നെ റെക്കോർഡഡ് ആയിട്ടും നിങ്ങൾക്ക് പേൾ വീഡിയോസ് ആയിട്ടും ഇൻസ്റ്റാ ലേണുകളായിട്ടും മൈൻഡ് മാപ്സ് ആയിട്ടും അങ്ങനെ ഒരുപാട് വിഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒപ്പം റെഗുലർ ടെസ്റ്റ് സീരീസ് ഒക്കെ നടത്തി നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരും. അപ്പോൾ മക്കളെ, എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സൈലത്തിൻ്റെ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. +1 നമുക്ക് സെറ്റാക്കാം.